0 മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 35-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അവ എന്തൊക്കെയാണ്, ആരാണ് അതിൽ നിക്ഷേപിക്കേണ്ടത്, എന്തൊക്കെ അപകട സാധ്യതകൾ വഹിക്കുന്നു, എങ്ങനെ ബുദ്ധിപൂർവം സ്മോൾ ക്യാപ് ഫണ്ടിനെ തിരഞ്ഞെടുക്കാം, ക്ഷമയോടെയും അച്ചടക്കത്തോടെയും ഉയർന്ന ദീർഘകാല വളർച്ച ലക്ഷ്യമിടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പൊതുവെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ അവരുടെ AUMൻ്റെ ഭൂരിഭാഗവും ചെറുകിട കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത്. സാധാരണയായി ഓഹരി വിപണിയിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം 250-ാം സ്ഥാനത്തിന് താഴെയുള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. ഇവ സാധാരണയായി ഉയർന്നു വരുന്നതോ വേഗത്തിൽ വളരുന്നതോ ആയ ബിസിനസ്സുകളാണ്. ഇവ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെങ്കിലും നാളത്തെ വലിയ പേരുകളായി വളരാനുള്ള സാധ്യതയുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ ലാർജ് മിഡ് ക്യാപ് ഫണ്ടുകളെ അപേക്ഷിച്ച് സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഉയർന്ന വരുമാനം നൽകിയിട്ടുണ്ട് എന്നതിനാൽ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്നതിനാണ് ആളുകൾ ഇവ പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത്. സ്മോൾ ക്യാപ്പുകളിൽ നിക്ഷേപിക്കുന്നത് ഒരു വലിയ വൃക്ഷമായി വളരാൻ സാധ്യതയുള്ള ഒരു തൈയിൽ നിക്ഷേപിക്കുന്നത് പോലെയാണ്. പക്ഷേ സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രം. ആദ്യകാലങ്ങളിൽ വളരെ വൊളാറ്റൈലായിരിക്കും. സ്മോൾ ക്യാപ് ഫണ്ടുകൾ വളരെ അസ്ഥിരമാണ്. യാത്ര സുഗമമായിരിക്കില്ല. വിപണി ഇടിവ് സംഭവിക്കുമ്പോൾ അവ 30 മുതൽ 50% അല്ലെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ അതിൽ കൂടുതൽ ഇടിവ് വരുത്തിയേക്കാം. ലിക്വിഡിറ്റിയും കുറവാണ്. അതായത് ദുർബലമായ വിപണികളിൽ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് പുറത്തു കടക്കുന്നതിന് എല്ലായ്പ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾക്കും എളുപ്പമായിരിക്കില്ല. അതിനാൽ പോർട്ട്ഫോളിയോ കുറയുന്നത് കണ്ട് ഭയപ്പെടുന്നവർക്കോ 2-3 വർഷത്തിനുള്ളിൽ പണം ആവശ്യമുള്ളവർക്കോ ഇത് അനുയോജ്യമല്ല. സ്മോൾ ക്യാപ് ഫണ്ടുകൾ ആരൊക്കെ പരിഗണിക്കണം? നിങ്ങൾക്ക് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ സ്മോൾ ക്യാപ് ഫണ്ടുകൾ പരിഗണിക്കാം. 15 വർഷമോ അതിൽ കൂടുതലോ നിക്ഷേപ കാലാവധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഉയർന്ന വൊളാറ്റിലിറ്റി അസ്ഥിരതയെ സഹിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ക്യാപ് ഫണ്ടുകൾ പരിഗണിക്കാം. ലാർജ് മിഡ് ക്യാപ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇതിനകം ഒരു അടിസ്ഥാന പോർട്ട്ഫോളിയോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. കൈവശമുള്ള പണത്തിൻ്റെ ഒരു ഭാഗം മാത്രം നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. മാർക്കറ്റ് ഉയരുന്ന സമയത്ത് ഒറ്റ തവണയായി നിക്ഷേപിക്കാതെ സ്ഥിരമായി സിപ്പ് വഴി നിക്ഷേപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും സ്മോൾ ക്യാപ് ഫണ്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ നല്ല ഒരു സ്മോൾ ക്യാപ് ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. കുറഞ്ഞത് 5 വർഷം പഴക്കവും സ്ഥിരതയുമുള്ള ഫണ്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ ഫണ്ട് മാനേജർ പരിചയസമ്പന്നനാണോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. വ്യാപകമായ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കും. കുറച്ച് സ്റ്റോക്കിൽ മാത്രം കെട്ടിക്കിടക്കാത്തതായിരിക്കണം. കുറച്ച് സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടായിരിക്കരുത്. വളരെ വ്യാപകമായി ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ഫണ്ടായിരിക്കണം. AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വളരെ കൂടുതലല്ലാത്തത് ആയിരിക്കണം. കൂടുതലാണെങ്കിൽ നമുക്ക് അതൊരു പെട്ടെന്ന് ചടുലമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ AUM വളരെ കൂടുതലല്ലാത്തതായിരിക്കണം. ഇനി പ്രായോഗികമായിട്ടുള്ളൊരു ഉപദേശമാണ് കുറഞ്ഞത് 10-15 വർഷം വരെയെങ്കിലും സിപ്പ് തുടരുക. വലിയ കറക്ഷൻ വന്നാലും പാനിക് സെൽ ചെയ്യരുത്. സ്മോൾ ക്യാപ് എക്സ്പോഷർ പോർട്ട്ഫോളിയോയുടെ 20 മുതൽ 25% വരെ മാത്രമേ ആകാവൂ. വർഷത്തിൽ ഒരിക്കൽ റിവ്യൂ ചെയ്താൽ മതി, നിരന്തരം സ്വിച്ച് ചെയ്യരുത്. ഇനി നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ കഴിഞ്ഞ 8 വർഷത്തെ ഒരു റിവ്യൂ നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം അഡ്വൈസർ കോച്ച് എന്ന വെബ്സൈറ്റിലേക്ക് പോകാം. ഇതൊരു അഡ്വൈസർ കോച്ചിൻ്റെ റെക്കമെൻഡേഷനോ പ്രൊമോഷനോ ഒന്നുമല്ല. ഞാൻ ഈ വെബ്സൈറ്റിലാണ് ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് തന്നെ ഞാൻ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം കാറ്റഗറി സെലക്ട് ചെയ്യാം.
കാറ്റഗറി സ്മോൾ ക്യാപ്പാണ്. അപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പിലേക്ക് പോകാം. പ്ലാൻ ടൈപ്പ് ഡയറക്റ്റ് ആക്കുക. പീരീഡ് 8 വർഷത്തേക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഡാറ്റ. അപ്പോൾ 8 വർഷം സെലക്ട് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് 8 വർഷത്തതിൻ്റെ നമ്മുടെ ബെഞ്ച് മാർക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 TRIയുടെ 13.98% ആണ് 8 വർഷത്തെ ബെഞ്ച് മാർക്ക് റിട്ടേൺ. അപ്പോൾ അതിൽ കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള എത്ര ഫണ്ട് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള 13.98 ആയതുകൊണ്ട് എന്തായാലും കാണും. ആകെ 32 ഫണ്ട് ഉള്ളതിൽ ഏകദേശം 15 ഫണ്ട് മാത്രമാണ് 8 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏകദേശം 14 ഫണ്ട് 13.98 എന്ന് പറയുന്ന നമ്മുടെ ബെഞ്ച് മാർക്ക് റിട്ടേണിനെക്കാട്ടി കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുണ്ട്. നമുക്ക് 5 വർഷത്തിലേക്ക് പോകാം. 5 വർഷത്തിൻ്റെത് നമ്മുടെ ബെഞ്ച് മാർക്ക് റിട്ടേൺ വെച്ചാൽ 28.55 ആണ്. അതിൽ 35 തരുന്നുണ്ട്. 35% വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. 28.55 ആകുമ്പോൾ ഏകദേശം 14 ഫണ്ട്സ് നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്ക് റിട്ടേണിനെക്കാട്ടി കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ഇനി 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ 23.61 നമ്മുടെ ബെഞ്ച് മാർക്ക് റിട്ടേൺ. ഏകദേശം 7 ഫണ്ടുകൾ മാത്രമാണ് നമുക്ക് 3 വർഷത്തെ നമ്മുടെ ബെഞ്ച് മാർക്ക് റിട്ടേണിനെക്കാട്ടി കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുള്ളത്. സ്മോൾ ക്യാപ്പാണ്, സൂക്ഷിച്ച് ചെയ്യുക. ഒത്തിരി വൊളാറ്റിലിറ്റി ഉള്ളതാണ്. കൂടുതൽ വൊളാറ്റിലിറ്റി ഉണ്ടെങ്കിലും ആകെ 13.98% ഒക്കെയാണ് നമുക്ക് 8 ഇയേഴ്സിലൊക്കെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. സോ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 35-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 34 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 22 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. അതിൽ 22 ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 22 5500 രൂപ. അതോടൊപ്പം 12 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 11 ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 11 2750 രൂപ. ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. ആകെ 8500 രൂപ നിക്ഷേപിച്ചതിൽ 8250 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 250 രൂപ ഇൻ പ്രോഗ്രസ് ആയും കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ആയതിനാൽ ഡെപ്റ്റ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 35-ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 36-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.